മാതാവ് ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചിട്ടില്ല, എങ്ങും സുവിശേഷം പ്രഘോഷിച്ചിട്ടുമില്ല. അപ്പോൾ മാതാവിന്റെ ഈ പ്രേക്ഷിത ദൗത്യത്തെ നാം എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? നമ്മൾ ഒരുപാട് വചനപ്രഘോഷകരും പ്രേക്ഷിത വര്യന്മാരും ഒക്കെയുള്ള ഒരു നാട്ടിൽ നിന്നാണ് മാതാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു നല്ല ചോദ്യം വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയൊക്കെ തുടക്കക്കാരിയായ മറിയം പക്ഷെ എങ്ങും അധിക ദൂരം യാത്ര ചെയ്തിട്ടില്ല, ഒരിടത്തും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ ഈ മാതാവിൻ്റെ പ്രേക്ഷിത ദൗത്യം എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളൊരു സ്വാഭാവികമായ എന്നാൽ വളരെ ബുദ്ധിപരമായ ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം നമ്മൾ ഈ കാണുന്ന ഭൂരിഭാഗം മനുഷ്യരും, പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും, മാതാവിനെ കണക്കാണ്, പരിശുദ്ധ മറിയത്തെ കണക്കാണ്. കാരണം എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ജോലിയില്ലേ, അല്ലെങ്കിൽ അവർ തൊഴിലിടത്ത് രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്യല്ലേ. ഇതിൽ എത്ര പേരാണ്? വളരെ കുറച്ചു പേരല്ലേ സുവിശേഷ പ്രഘോഷണവുമായിട്ടൊക്കെ നടക്കുന്നത്. കൂടുതൽ പേരും അവരവരുടെ വീട്, അവരുടെ കൊച്ചു സൗഹൃദങ്ങൾ, നമ്മൾ വായിച്ച കണക്ക് കാനായിലെ കല്യാണം പോലെ, ബന്ധുക്കളുടെ കല്യാണം, മാമോദീസ, ഇങ്ങനെയൊക്കെയുള്ള നാട്ടിൻപുറത്തൂടെയൊക്കെ ഉള്ള സഞ്ചാരങ്ങളും ആ കാര്യങ്ങളുമൊക്കെ അല്ലേ. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഒരു പ്രേക്ഷിത ദൗത്യം? സത്യത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്നല്ല, എല്ലാ കാലഘട്ടത്തിലും ആവശ്യമായ ഒരു പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഒരു നിർണായകമായ കാര്യം ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് ഒരു ഉദാഹരണം എടുത്താൽ, നമ്മൾ ഈ കാനായിലെ കല്യാണത്തിനെ കുറിച്ചൊക്കെ കേട്ടല്ലോ. ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഹൃദയം മനസ്സിലാക്കുന്നത്, അവരുടെ ആവശ്യങ്ങളിലേക്ക് ചെല്ലുന്നത്, അവിടെ എന്തൊക്കെ നമുക്ക് സഹായം ചെയ്യാമെന്നുള്ളൊരു കാര്യമൊക്കെ മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ നിർണായകമായ കാര്യമായിരുന്നു. അവിടെ വെള്ളം വീഞ്ഞായി മാറിയത് ഒരു വലിയ സംഭവമാണ്. ദൈവത്തിൻ്റെ കരം അവിടെ തെളിഞ്ഞു. കുറച്ചും കൂടെ മനസ്സിലാക്കാൻ നമുക്ക് മറിയത്തിൻ്റെ ജീവിതത്തിലെ അതിസാധാരണമായ ഒരു കാര്യം ചിന്തിക്കാം. നമ്മൾ വായിക്കുന്നത് മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് പോയി. കാരണം ആ മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായിരുന്ന എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പം ശുശ്രൂഷകൾക്ക് പോയതാ. സ്വാഭാവികമായിട്ടും ആ ഒരു സ്ത്രീക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നമുക്കറിയാം, അവിടെ ചെന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. ഒരുപക്ഷെ ഈ സ്ത്രീക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത്യാവശ്യം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുക, ആ കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുക, ഇത്തിരി മരുന്നുണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണല്ലോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പല സാഹചര്യങ്ങളിൽ ചെയ്യുന്നത്. പക്ഷേ മറിയത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സാധാരണമായ കാര്യത്തിൽ ഒരു അസാധാരണമായൊരു സംഭവം ഉണ്ടാകുന്നു. അതായത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മറിയം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതാണ് മറിയത്തിൻ്റെ ആത്മീയ ശുശ്രൂഷ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മറിയത്തെ കണ്ടപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹലോ അല്ലെങ്കിൽ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു, ഒന്ന് സന്ദർശിച്ചു. ആ സന്ദർശനം കൊണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അതിൻ്റെ ആനന്ദം അനുഭവിച്ചു. അപ്പം മറിയത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ ശുശ്രൂഷയല്ല. തീർച്ചയായിട്ടും അതിനുശേഷം ഈ മറിയം ആ വീട്ടിൽ എലിസബത്തിന് ആവശ്യമായ സാധാരണ ഏതൊരാളും ചെയ്തു കൊടുക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പേ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രദാനം ചെയ്തു. ഇതിനെ വേണമെങ്കിൽ സാന്നിധ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയാം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നൽകുന്നത്. ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചില്ല, ഒരു മൈക്കിലൂടെ പ്രസംഗിച്ചില്ല. പക്ഷേ ഈ മറിയത്തിൻ്റെ സാന്നിധ്യം ആത്മാവിന്, ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി. തീർച്ചയായിട്ടും നമുക്കിങ്ങനൊരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. നമ്മുടെ സാന്നിധ്യം, നമ്മൾ പലരെയും സഹായിക്കാൻ പോകുമ്പോൾ ആ ചെറിയ സഹായമല്ല, അതിനുമുപരി നമ്മുടെ സാന്നിധ്യം അവർക്കൊരു ദൈവിക സ്പർശനം നൽകണം എന്നൊരു ശുശ്രൂഷയിലേക്കാണ് മറിയം നമ്മളെ വിളിക്കുന്നത്. അപ്പം അതിന് ഈ മറിയത്തിന് ഇതിന് പിന്നിലൊരു ജീവിതമുണ്ടായിരുന്നിരിക്കണം, അല്ലേ? ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്ന, ദൈവാനുഭവത്തിലായിരിക്കുന്ന, ദൈവത്തിൻ്റെ പ്രസരിപ്പുള്ള, അടിമുടി ദൈവാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ സാന്നിധ്യം മതി, ഒരു സന്ദർശനം. നമ്മൾ ലളിതമായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഓരോ
ആൾക്കൂട്ടത്തിലൊക്കെ സന്ദർശിച്ചിട്ട് അവിടെ ചെന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വലിയ അടിയായി, ഒരു കല്യാണ വീടൊക്കെ അടിയായി മാറി. എന്തൊക്കെയാ കഥകളാണ് കേൾക്കുന്നത്. ഇത് തിരിച്ചാണ്. ആ സന്ദർശനം എല്ലാ പ്രശ്നങ്ങളെയും ദൂരീകരിക്കും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്ട്രി അല്ലേ. ഇത് നടന്നില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നടന്നിട്ട് എന്ത് കാര്യം? സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം കൂടെ നിൽക്കുന്ന ആൾക്ക് സാന്ത്വനം നൽകുമോ? ഈശോ പറഞ്ഞ അതല്ലേ, ഈ സ്റ്റേജിലെ പ്രസംഗവും പള്ളിപ്രസംഗവും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് സമാധാനം ആശംസിക്കും. അതൊരു വലിയ സുവിശേഷ ദൗത്യമാണ്. നമ്മുടെ സാന്നിധ്യം അവർക്ക് സമാധാനവും സന്തോഷവും നൽകണം. ഒന്ന് ഒരു പടി കൂടെ കടന്നു ചിന്തിച്ചാലോ, നിങ്ങളൊരു വീട്ടിൽ ജീവിക്കുന്നു, ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട്. ഒരാൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മറ്റൊരു വീട്ടിൽ ചെന്നാൽ തന്നെ സമാധാനം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മറ്റൊരു വീട്ടിലല്ല, സ്വന്തം വീട്ടിൽ ജീവിച്ചിട്ട് പോലും കൂടെ ജീവിക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഭർത്താവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ്? അപ്പൻ വീട്ടിലില്ലെങ്കിൽ അപ്പോഴാണോ മക്കൾക്ക് സമാധാനം? ഒരു ടീച്ചർ ക്ലാസ്സിൽ വരാത്തപ്പോഴാണോ കുട്ടികൾക്ക് സമാധാനം? വരുമ്പോൾ സമാധാനം ഉണ്ടാകുമോ? ഇതല്ലേ എല്ലാ ചുറ്റുപാടുകളെയും സ്വർഗീയമാക്കുന്ന ഒരു സാന്നിധ്യത്തിന്റെ സുവിശേഷം. ഇതില്ലാതെ മറ്റെന്ത് സുവിശേഷ പ്രഘോഷണമാണ്? അപ്പം മറിയം എന്ന് പറയുന്ന സ്ത്രീ നമ്മളെ പഠിപ്പിച്ചത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. ഈ മറിയം ജീവിച്ച ജീവിതവും അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ സുവിശേഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടേണ്ടത് തന്നെയാണ്.